ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തെനാലിരാമന്റെ മറ്റൊരു കഥയാണ്. തെനാലിരാമൻ കൈക്കൂലിക്കാരനാണ്. തന്റെ ഭരണ സാന്നിധ്യം ഉപയോഗിച്ച് രാമൻ പലരിൽ നിന്നും വൻ തുകകൾ കൈപ്പറ്റിയിട്ടുണ്ട്. കൊട്ടാരം വിദൂഷക സ്ഥാനത്ത് നിന്ന് രാമനെ മാറ്റിയേ തീരൂ. രാമനെ അശേഷം ഇഷ്ടപ്പെടാതിരുന്ന ചില ഭടന്മാർ ഒരു ദിവസം രാജാവിന്റെ സമീപിച്ച് രാമനെതിരെയുള്ള പരാതികളുടെ കെട്ടയച്ചു. രാമൻ കൈക്കൂലി വാങ്ങിയതായി കൃത്രിമമായ തെളിവുകൾ വരെ അവർ രാജാവിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. രാജാവിന് രാമനോട് പ്രത്യേകിച്ച് അതൃപ്തി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും രാമന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് നന്നായിരിക്കുമെന്ന് രാജാവിന് തോന്നി. രാജാവ് രാമനെ വിളിപ്പിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. രാമൻ താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും രാജാവ് അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ രാജാവ് അയാൾക്ക് ഒരാഴ്ച സമയം നൽകി. അതിനകം രാമൻ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനായില്ലെങ്കിൽ കൊട്ടാരം വിദൂഷക സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന് രാജാവ് മുന്നറിയിപ്പ് നൽകി. തനിക്കെതിരെ സംഘടിതമായ ഗൂഢാലോചന അരങ്ങേറിയിരിക്കുന്നുവെന്ന് ഇതിൽ നിന്നും രാമന് അനായാസം മനസ്സിലായി. ഇതിൽ നിന്ന് പെട്ടെന്നൊന്നും പുറത്തു വരാനും എളുപ്പമല്ല എന്ന് രാമനെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി. രാമൻ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ടിരുന്നു. രാമനെ കുറ്റവാളിയായി മുദ്രയടിക്കാൻ കഴിഞ്ഞ ഭടന്മാർക്കും ശത്രുക്കൾക്കും ഭയങ്കര സന്തോഷമായി. സഭ പിരിഞ്ഞതും ആരോടും ഒരക്ഷരം ഉരിയാടാതെ രാമൻ അവിടം വിട്ടു. അദ്ദേഹം അടുത്ത ദിവസം രാമൻ ദർബാറിൽ ഹാജരായില്ല. പകരം രാമന്റേതായ സന്ദേശമാണ് രാജാവിന് ലഭിച്ചത്. അതിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു: മഹാരാജാവേ, നിരപരാധിയായ എന്നെ അങ്ങ് കള്ളനാക്കിയതിൽ എനിക്ക് തീരാത്ത ദുഃഖമുണ്ട്. സദസ്യരുടെ മുന്നിൽ വെച്ച് ഞാൻ ഏറ്റവും അപമാനിതനായി. സത്യസന്ധനായ എനിക്ക് ഇത് താങ്ങാവുന്നതിനപ്പുറമായി തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയാൻ തീരുമാനിച്ചു. ഈ കത്ത് അങ്ങയുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും നിങ്ങളുടെ തെനാലിരാമൻ പരലോകം പോകിയിരിക്കും. ദൈവം അങ്ങേക്കും പ്രജകൾക്കും നല്ലത് വരുത്തട്ടെ. കത്ത് വായിച്ച രാജാവ് പൊട്ടിക്കരഞ്ഞുപോയി. വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ വിശ്വസ്തനായ തെനാലിരാമനെ കുരുതി കൊടുത്തതിൽ രാജാവിന് വല്ലാത്ത മനസ്താപമുണ്ടായി. വാർത്തെറിഞ്ഞ സദസ്യരും ദുഃഖിതരായി. രാമനെതിരെ ആരോപണം ഉന്നയിച്ച ഭടന്മാര് പോലും ദുഃഖം അഭിനയിക്കാൻ മറന്നില്ല. തെനാലിരാമനോടുള്ള ആദരസൂചകമായി സഭാ നടപടികൾ നിർത്തിവെച്ച് രാമനെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള അനുശോചന യോഗമാണ് തുടർന്ന് സംഘടിപ്പിക്കപ്പെട്ടത്. സത്യസന്ധനും അതിസമർത്ഥനുമായ തെനാലിരാമൻ എന്ന രാജാവ് അഭിപ്രായപ്പെടുകയും രാമനോളം സത്യസന്ധനും കാര്യപ്രാപ്തിയുള്ളവനും വിജയനഗരത്തിൽ എങ്ങുമില്ലെന്നും പുരോഹിതന്മാരും മന്ത്രിയും സേനാനായകനും ഭടന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. സത്യസന്ധനായി ജീവിച്ചിട്ടും ദുഷ്പേര് കേൾപ്പിക്കേണ്ട വന്ന ഹതഭാഗ്യനാണെന്ന് രാമൻ എന്ന് ചില ഭടന്മാരും അഭിപ്രായപ്പെട്ടു. രാമനെ പറ്റി ആരോപണം ഉന്നയിച്ചവർ തന്നെ രാമനെ കറകളഞ്ഞ് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് കണ്ട് രാജാവ് അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. ഒരു നിമിഷം രാജാവ് വിചാരിച്ചു, ഇവർ തന്നെയാണോ രാമനെ കുറ്റക്കാരനായി പറഞ്ഞത്? ആ നിമിഷം തന്നെ അടുത്ത നിമിഷം നീണ്ട താടിയുള്ള ഒരാൾ സദസ്സിലേക്ക് കടന്നു വന്നു. അയാളെ കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി. അയാൾ ആർക്കും തിരിച്ചറിയാനും കഴിഞ്ഞില്ല. താടിക്കാരൻ തന്റെ താടിയും കൃത്രിമ മീശയും എല്ലാം എടുത്തു മാറ്റിയപ്പോൾ എല്ലാവരും അത്ഭുതസപ്തരായി നിന്നുപോയി. സാക്ഷാൽ തെനാലിരാമൻ അതാൽ തൊട്ടു മുന്നിൽ നിൽക്കുന്നു. രാജാവ് നടന്ന കാര്യമെന്തെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. രാമൻ പുഞ്ചിരിയോട് പറഞ്ഞു, മഹാരാജാവേ, ഇത്തരം ഒരു നാടകം അഭിനയിക്കേണ്ടി വന്നതിൽ അവിടുന്ന് മാപ്പാക്കണം. എന്നെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചവരുടെ നാവിൽ നിന്ന് തന്നെ എന്നെ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേഷം കെട്ടൽ നടത്തിയത്. ഞാൻ നിരപരാധിയാണെന്ന് ഇതിൽ പരം തെളിവുകൾ എന്താണ് അങ്ങേക്ക് ആവശ്യമുള്ളത്? തെനാലിരാമനെ കെട്ടിപ്പിടിച്ച് രാജാവ് രാമനെ തിരിച്ചു കിട്ടിയതിൽ ഭയങ്കര സന്തോഷപുളകിതനായി. രാമന് 1000 സ്വർണ്ണ നാണയങ്ങളും കൊടുത്തു. രാമനെ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിച്ചവർ നടന്ന ഭടന്മാരെ ശിക്ഷിക്കാനും രാജാവ് മറന്നില്ല. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എന്റെ ഈ കഥ? കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഥ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് കരുതുന്നു.